ഗുഡ് മോർണിംഗ്. സോ നമ്മളിന്ന് വീണ്ടും കോംപ്ലക്സ് ഫങ്ഷനിലേക്ക് വരികയാണ്. സോ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ വാട്ട് ഈസ് എ കോംപ്ലക്സ് ഫങ്ഷൻ അല്ലേ അത് പറഞ്ഞു. അതിനുശേഷം നമുക്കറിയാം ഒരു റിയൽ വാല്യൂഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. സോ അതിൽ നിന്ന് ഡിഫറെൻ്റായിട്ട് കോംപ്ലക്സ് ഫങ്ഷൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മളതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂസ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ഡിഫറൻഷ്യബിലിറ്റി എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു അല്ലേ. സോ ഈ മൂന്ന് കോൺസെപ്റ്റും നമ്മുടെ റിയൽ വാല്യൂഡ് ഫങ്ഷനിൽ പറയുന്ന പോലെ തന്നെ, പക്ഷേങ്കിൽ ലിമിറ്റിൽ വരുന്ന ചെറിയൊരു വ്യത്യാസം അല്ലേ. ലിമിറ്റ് ടെൻഡിങ് ടു ആ ലിമിറ്റ് പോകേണ്ട അപ്രോച്ചസ് പല ടൈപ്പാണെന്നുള്ളതാണ് നമ്മൾ കോംപ്ലക്സ് കേസിൽ വ്യത്യാസമായിട്ട്, അതായത് ഡിഫറെൻറ്റ് പാത്ത്സ് we are introducing them. Okay, in the real valued case there were only two paths to approach to the limit, right? Right and left hand limit. പക്ഷേ കോംപ്ലക്സിൻ്റെ കേസിൽ there are many paths. അതാണ് ആ ഒരു വ്യത്യാസമാണ്. അതിനുശേഷം നമ്മൾ അനാലിറ്റിക് ഫംഗ്ഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞു അനാലിറ്റിക് ഫംഗ്ഷൻസ് ആർ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ, ബട്ട് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിൻറ്റ് മീൻസ് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ നോട്ട് ഓൺലി അറ്റ് ദാറ്റ് പോയിൻറ്റ് ബട്ട് ഓൾസോ ഇൻ ദ നെയ്ബർഹുഡ് ഓഫ് ദാറ്റ് പോയിന്റ്. അതാണ് വ്യത്യാസം. ഒരു ലോക്കൽ പ്രോപ്പർട്ടിയാണ് അനാലിറ്റിസിറ്റി എന്ന് പറയുന്നത്. സോ ദെൻ ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അതിലൊരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് കോഷി റീമാൻ ഇക്വേഷൻ. അതിലൊരു തിയറം ഉണ്ടായിരുന്നു, അത് വിത്ത് പ്രൂഫ് പഠിക്കണം. അതിനുശേഷം ആ തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണോ അല്ലയോ എന്നുള്ളത് നമ്മളവിടെ പഠിക്കുന്നത് അല്ലേ. അതിനുശേഷം അതിൻ്റെ കൂടെ ലാപ്ലാസ് ഇക്വേഷൻ എന്താണെന്നും ആ ലാപ്ലാസ് ഇക്വേഷൻ്റെ സൊല്യൂഷനെയാണ് ഹാർമോണിക് ഫംഗ്ഷൻ എന്നും വിളിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഹാർമോണിക് ആണെന്നുള്ള തിയറം നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിനനുബന്ധിച്ചിട്ടുള്ള കുറേ പ്രോബ്ലംസും നമ്മൾ ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോംപ്ലക്സ് ഫങ്ഷൻസ്, സ്പെഷ്യൽ ഓർ എലമെൻ്ററി കോംപ്ലക്സ് ഫങ്ഷൻ. എലമെൻ്ററി കോംപ്ലക്സ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കുന്നത് ഒന്ന് എക്സ്പൊണൻഷ്യൽ ഫങ്ഷനാണ്, അടുത്തത് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്, ദെൻ ഹൈപ്പർബോളിക് ഫങ്ഷൻ, ലോഗരിതം ആൻഡ് പവർ ഫങ്ഷൻ. അങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ വരുന്നത് എക്സ്പൊണൻഷ്യൽ ഫങ്ഷനാണ്. എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ. റിയൽ വാല്യൂഡിലെ എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? e⁻x ആണ് അല്ലേ. ആ എക്സിനെ പിടിച്ച് z ആക്കിയാൽ നമുക്ക് എന്ത് കിട്ടി? എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻ ഇൻ കോംപ്ലക്സ് കിട്ടി. പക്ഷേങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻ ഇൻ റിയൽ കേസ് ആസ് വെൽ ആസ് ദോസ് ഇൻ കോംപ്ലക്സ് കേസ്? അതാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, സോ e⁻z is what? e⁻z is, we know that z equal to x plus y, so e⁻z is equal to e⁻x plus y, which is equal to e⁻x into e⁻iy. And we know the Euler formula, e⁻i theta എന്താണ്? cos theta plus i sin theta ആണ്. So that e⁻z equal to what? e⁻x into cos y plus i into e⁻x into sin y എന്ന് കിട്ടും. So that the real part of exponential function is what? e⁻x into cos y, and the imaginary part of e⁻z is e⁻x into sin y. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ തന്നിരിക്കുന്ന ഡിഫൈൻ ആൻ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആൻഡ് ഡിഫറൻഷിയേറ്റ് വാട്ട് ഈസ് ദി റിയൽ പാർട്ട്, വാട്ട് ഈസ് ദി ഇമാജിനറി പാർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് നമ്മൾ ആ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ആ ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ദെൻ വി റൈറ്റ് ഡൗൺ യു ആൻഡ് വി, ദാറ്റ് ഈസ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട്. തേർഡ് വണ്ണ് നമ്മൾ അതിൻ്റെ അനാലിറ്റിസിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. അനാലിറ്റിസിറ്റി ചെക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും CR ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ ഒബ്വിയസ്ലി ഈ കേസിൽ അത് സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ പോയിന്റിലും സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? e⁻z is analytic everywhere. Okay, e⁻z is analytic everywhere. അപ്പോൾ എല്ലാ സ്ഥലത്തും അനാലിറ്റിക് ആണെങ്കിൽ അതിനൊരു പ്രത്യേക പേരുണ്ട് ആ ഫംഗ്ഷന്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻറ്റയർ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഞാനിപ്പോൾ തൊട്ട് താഴെ എവിടെയോ അത് പറഞ്ഞിട്ടുണ്ട്, ഇതാ എൻറ്റയർ ഫംഗ്ഷൻ. ഓക്കെ, സോ e⁻z is എ എൻറ്റയർ ഫംഗ്ഷൻ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് when z is a റിയൽ നമ്പർ. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ y അവിടെ എന്താണ്? 0 ആയിരിക്കും. അപ്പോൾ when z is a real number, z become x, so that e⁻z will become what? e⁻x, which is a real exponential function.
ഓക്കെ. പിന്നെ നമ്മൾ അനാലിറ്റിക് ആയതുകൊണ്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? CR ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്ന ഫോർമുല F = U + IV ആണെങ്കിൽ F' എന്താണ്? UX + IVX എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന് നമ്മൾ 4 നമുക്ക് അതിൻ്റെ ഫോംസ് എഴുതാം CR ഇക്വേഷൻ വെച്ചിട്ട്. അപ്പോൾ ഒരു ഫോം മാത്രം നിങ്ങൾ പഠിക്കാം, UX + IVX. പിന്നെ നമുക്ക് VXന് എന്താണ് -UI എന്ന് കൊടുക്കാം, UXന് VY എല്ലാം കൊടുത്ത് നമുക്ക് പലതരത്തിലുള്ള ഡെറിവേറ്റീവ്സിൻ്റെ ഫോർമുല എഴുതാം. ഓക്കെ. സോ F' = UX + IVX ആയതുകൊണ്ട് നമുക്ക് UXൻ്റെ VXൻ്റെ വാല്യൂ കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? e⁻z തന്നെയാണ് കിട്ടുന്നത്. സോ ദാറ്റ് വി ക്യാൻ സേ ദ ഡെറിവേറ്റീവ് ഓഫ് e⁻z വിത്ത് റെസ്പെക്ട് ടു z ഈസ് വാട്ട്? e⁻z. ഓക്കെ. അടുത്തത് എ ഫംഗ്ഷൻ വിച്ച് ഇസ് അനാലിറ്റിക്. ഞാനിപ്പോൾ പറഞ്ഞു എല്ലാ സ്ഥലത്തും അനാലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എൻറ്റയർ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് അവർ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഈസ് ഓൾസോ എൻറ്റയർ. പിന്നെ നമ്മൾ ചില പ്രോപ്പർട്ടീസ്, അതായത് e⁻z1 + z2 എന്താണ്? e⁻z1 × e⁻z2 ആണെന്ന് നമ്മൾ നേരിട്ട് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. അതിന് നമ്മൾ z1 എന്ന് പറഞ്ഞാൽ x1 + i(y1) എന്നും z2 എന്ന് പറഞ്ഞാൽ x2 + i(y2) എന്ന് എടുത്തു. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി, അത്രയേ ഉള്ളൂ. e⁻z1 + z2 എന്താണ്? z1 + z2 എന്താണ്? x1 + x2 + i × y1 + y2 ആണ്. അപ്പോൾ e പവർ കോംപ്ലക്സ് നമ്പർ എന്താ? കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. e പവർ കോംപ്ലക്സ് നമ്പർ ഈസ് ദാ, നമ്മളിവിടെ എഴുതി കാണുന്നില്ലേ? e⁻x × e⁻iy, e പവർ റിയൽ പാർട്ട് × e⁻i × ഇമേജിനറി പാർട്ട് എന്നാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? z1 + z2 എന്ന് എന്തെഴുതാം? z1 + z2ൻ്റെ റിയൽ പാർട്ട് അത് x1 + x2 ആണ്. അപ്പോൾ e⁻x1 + x2 × e⁻i × ഇമേജിനറി പാർട്ടാണ്. ഇമേജിനറി പാർട്ട് ആരാണ്? y1 + y2 ആണ്. നമുക്കറിയാം e⁻i⁻θ cos θ + i sin θ ആണെന്നുള്ള അത് വെച്ചിട്ട് നമ്മളിതിങ്ങനെ എഴുതി, അത്രയേ ഉള്ളൂ അല്ലേ? അതേപോലെ e⁻z1 × e⁻z2 കണ്ടുപിടിച്ചു. അതിൽ നമുക്ക് എന്ത് മനസ്സിലായി? e⁻z1 + z2 ഈസ് e⁻z1. ഇതന്നെയാണ് റിയൽ കേസിലുള്ളത്. ഓക്കെ. പിന്നെ നമ്മൾ e⁻iy = cos y + i sin y വെച്ചിട്ട് e⁻2πi എന്താണ്? 1 ആണ്. സോ ആക്ച്വലി e⁻2πi മാത്രമല്ല, e⁻2nπ ഈസ് ഓൾസോ 1. ഓക്കെ. അതൊരു ജനറൽ ഫോർമുലയാണ്. ഓക്കെ. e⁻2π എന്ന് പറഞ്ഞാൽ cos 2πy cos 2π + sin 2π ആണ്. ഡെഫിനറ്റ്ലി അത് 1 ആണ്. അതേപോലെ e⁻πi - 1 ആണ്, e⁻−πi - 1 ആണ്, e⁻πi/2 i ആണ്, e⁻−πi/2 -i ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഓർമ്മയില്ല എങ്കിൽ ജസ്റ്റ് y π -π എന്ന് വെച്ചോർത്താൽ മതി. ഓക്കെ. എന്തായാലും e⁻2nπi എന്നുള്ളത് 1 ആണെന്നുള്ളത് ഒരു ജനറൽ ഫോർമുല ഓർത്ത് വെക്കുന്നത് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവാണ്. ഓക്കെ. അടുത്തത് മോഡ് e⁻iy എന്താണ്? 1 ആണ് അല്ലേ? ബിക്കോസ് e⁻iy എന്ന് പറഞ്ഞാൽ cos y + i sin y ആണ്. അതിൻ്റെ മോഡുലസ് എപ്പോഴും 1 ആണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ വാട്ട് ഈസ് ദ മോഡുലസ് ഓഫ് ദ ഫംഗ്ഷൻ e⁻z? ഇറ്റ് ഈസ് mod e⁻x. ഓക്കെ. അത്രയും കാര്യങ്ങൾ. പിന്നെ ആർഗ്യുമെൻ്റ് ഓഫ് e⁻z നമ്മൾ പിന്നെ പോളാർ ഫോം പറയുമ്പോൾ മോഡുലസും അതിൻ്റെ ആർഗ്യുമെൻറ്റും നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ മോഡുലസ് നമുക്ക് എന്ത് കിട്ടി? e⁻x എന്ന് കിട്ടി. അപ്പോൾ അതേപോലെ ആർഗ്യുമെൻ്റ് എന്താണ്? ശരിക്കും പറഞ്ഞു വെച്ചാൽ e⁻z പോളാർ ഫോമിൽ തന്നെയാണല്ലേ? എന്തുകൊണ്ടാണ്? e⁻x × e⁻iy എന്നാണ്. ശരിക്കും നമ്മൾ പോളാർ ഫോം എങ്ങനെയാണ് ശരിക്കും എഴുതാം? പോളാർ ഫോം എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അല്ലേ? r × e⁻iθ ആണ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോം. r എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോഡുലസും തീറ്റ അതിൻ്റെ ആർഗ്യുമെൻ്റാണ്. നമ്മുടെ e⁻z എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? e⁻z എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? e⁻x × e⁻iy. ഇത് പോളാർ ഫോമിലാണല്ലോ. ഇതാണ് അവിടുത്തെ r, ഇത് അവിടുത്തെ ആർഗ്യുമെൻറ്റ്. ഓക്കെ. സോ നമുക്ക് മോഡുലസ് e⁻x ആണെന്ന് കിട്ടിയല്ലോ, നമ്മളത് നേരിട്ട് കണ്ടുപിടിച്ചു അല്ലേ? പിന്നെ അതിൻ്റെ ആർഗ്യുമെൻ്റ് എന്തായിരിക്കും? വൈയുടെ 2n കൂടെ 2n+1 മൾട്ടിപ്ലൈ ആഡ് ചെയ്താൽ നമുക്കതിൻ്റെ ആർഗ്യുമെൻറ്റ് കിട്ടും. സോ y = ± 2nπ കിട്ടും. ഓക്കെ. പിന്നീട് നമുക്ക് ബാക്കി നമ്മൾ റിയൽ വാല്യൂയുടെ കേസിൽ എൻ്റയർ ഫംഗ്ഷൻ ഈ ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രോപ്പർട്ടിയും ഇവിടെയും സാറ്റിസ്ഫൈഡ് ആണ്, വ്യത്യാസമൊന്നുമില്ല. പിന്നെ
പോളിനോമിയൽ ഫംഗ്ഷനെ കുറിച്ചൊരു കമ്പാരിസൺ നടത്തിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ പോളിനോമിയലും എന്താണ് എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ് അല്ലേ. സോ ഇറ്റ്സ് ആക്ച്വലി ഇറ്റ് ഇസ് അനാലിറ്റിക് എവ്രിവെയർ. അപ്പോൾ അതൊരു എൻറ്റയർ ഫംഗ്ഷൻ ആണ് അല്ലേ. പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ എൻറ്റയർ ഫംഗ്ഷൻ. ബട്ട് വി നോ ദാറ്റ് ആസ് പെർ ദി ആൾജിബ്ര എവറി പോളിനോമിയൽ ഫംഗ്ഷൻ ഹാസ് എ റൂട്ട്, ഹാസ് എ സീറോ. റൂട്ട് എന്ന് പറഞ്ഞാൽ സീറോ, സീറോ ഇൻ സി എന്നാണ്. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇ പവർ സെഡ് ഹാസ് നോ സീറോ. എന്താ അതിൻ്റെ അർത്ഥം? നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇ പവർ സെഡ് സീറോ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലേ. ഇ പവർ സെഡ് ഇസ് ഓൾവേസ് നോൺ സീറോ. സോ ദ ഫംഗ്ഷൻ ഹാസ് നോ സീറോ വാല്യൂ. ഓക്കെ, അതാണ് പോളിനോമിയൽ ഫംഗ്ഷനും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം. ബോത്ത് ആർ എൻറ്റയർ ബട്ട് വൺ ഹാസ് സീറോ ആൻഡ് അതർ ഹാസ് നോ സീറോ. ഓക്കെ, അടുത്തത് പീരിയോഡിസിറ്റി ഓഫ് ഇ പവർ സെഡ്. ഇ പവർ സെഡ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ഫംഗ്ഷനാണ് വിത്ത് പീരീഡ് എന്താണ് 2πi, ബിക്കോസ് z plus 2πi is always z. e power z plus 2πi is always e power z. So 2πi is the period of this exponential function. Okay, അതിൽ മൈനസ് പൈനും പൈനും ഇടയിലുള്ള റീജിയനെ ഫണ്ടമെൻ്റൽ റീജിയൻ എന്നാണ് വിളിക്കുക. ബിക്കോസ് അതിൻ്റെ -π to π എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വിഡ്ത്ത് ഓഫ് 2π ആണ് അല്ലേ. അപ്പം ആ റേഞ്ചിൽ y വരുമ്പോൾ ഇ പവർ ഇസഡിൻ്റെ എല്ലാ വാല്യൂസും അതിനുള്ളിൽ പെടുന്നത്. അതുകൊണ്ടാണ് 2πi അതിൻ്റെ പീരീഡാണെന്നും പറയുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഈ റീജിയനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫണ്ടമെൻ്റൽ റീജിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആൻഡ് ഹൈപ്പർബോളിക് ഫങ്ഷനാണ്. എല്ലാം സെയിം തന്നെ. നമ്മൾ റിയൽ കേസിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. നമുക്കറിയാം കോസ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ഇ പവർ. കോസ് എക്സ് എന്താണ്? 1/2 ഇ പവർ ix പ്ലസ് ഇ പവർ മൈനസ് ix ആണ്. അതുതന്നെയാണ് കോസ് ഇസഡും വരുന്നത്. സിമിലർലി സൈൻ ഇസഡ്. ഇതൊക്കെ നമ്മൾ റിയൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ അവിടെ എക്സിന് പകരം എന്ത് കൊടുത്തു? സെഡ് എന്ന് കൊടുത്തു. അപ്പോൾ പ്രത്യേകിച്ച് എക്സ്ട്രാ പഠിക്കാനൊന്നുമില്ല. പിന്നെ പക്ഷെ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇതിൽ സൈനും കോസും എല്ലായിടത്തും അനാലിറ്റിക്കാണ്. അതുകൊണ്ട് തന്നെ അവ എൻറ്റയർ ഫംഗ്ഷനാണ്. പക്ഷെ ടാൻ, കോട്ട്, സീക്ക്, കൊസീക്കൊക്കെ എന്താണ്? ഒരു റാഷണൽ ഫംഗ്ഷൻ ടൈപ്പ് അല്ലേ. p/q ഫോമാണ്. അതുകൊണ്ട് തന്നെ ഡിനോമിനേറ്റർ നോൺ സീറോ വരുന്നിടത്ത് മാത്രമാണ് അത് അനാലിറ്റിക് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാൻ ഇസഡ് ഈസ് അനാലിറ്റിക് എക്സെപ്റ്റ് വെയർ കോസ് ഇസഡ് ഈസ് നോൺ സീറോ. കോസ് ഇസഡ് ഈസ് 0. ഓക്കെ, അതേപോലെ കോട്ടും സീക്കും കൊസീക്കൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ ഡിഫറൻസിയേഷനൊക്കെ മറ്റേതുപോലെ തന്നെ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. ഷോ ദാറ്റ് ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇസഡ് ഈസ് മൈനസ് സൈൻ ഇസഡ്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇസഡ് ഈസ് മൈനസ് സൈൻ ഇസഡ് എന്നുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് പിന്നെ കോസ് ഇസഡിനെ നമുക്ക് ഇത് വെച്ചിട്ട്, സോ കോസ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എക്സ് പ്ലസ് ഐ വൈ ആണ് അല്ലേ. കോസ് എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്ന് കൊടുത്തൂടെ? അപ്പോൾ നമുക്ക് എന്തെടുക്കാം? കോസ് എക്സ് കോസ് ഐ വൈ മൈനസ് കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് അല്ലേ. സൈൻ എക്സ് സൈൻ ഐ വൈ എന്ന് കൊടുക്കാം അല്ലേ. സൈൻ ഐ വൈ. അപ്പോൾ അതിൽ നിന്ന് കോസ് ഐ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ഐ വൈ. കോസ് ഐ വൈയും സൈൻ ഐ വൈയും എന്താ? നമുക്കറിയാം കോസ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു ഐ സെഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ബൈ 2 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ കോസ് ഐ വൈ എന്തായിരിക്കും? അവിടെ എക്സ് ഇല്ല, സെഡ് മാത്രമേ ഉള്ളൂ. സോ സെഡ് ഇല്ലെങ്കിൽ ഐ വൈ എന്ത് വരും? നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? കോസ് ഐ വൈ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇ റേസ് ടു ഐ ഇൻറ്റു ഐ വൈ അല്ലേ, പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു ഐ വൈ ബൈ 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഐ ഇൻറ്റു വൈ എന്നാണ് ഇ റേസ് ടു മൈനസ് വൈ. ഇവിടെ ഐ ഇൻറ്റു വൈ മൈനസ് പ്ലസ് വരും, ഇ റേസ് ടു വൈ ബൈ 2. സോ കോസ് ഐ വൈ എന്താ? ഇതെന്താ സാധനം? കോസ് ഐ വൈ ഈസ് കോസ് എച്ച് വൈ. കോസ് എച്ച് വൈ ആണ്. അപ്പോൾ കോസ് ഐ വൈ ഈസ് കോസ് എച്ച് വൈ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി?
കോസ് ഐ വൈ ഇസ് ഈക്വൽ ടു കോസ് എച്ച് വൈ. കോസ് എച്ച് വൈ എന്ന് കിട്ടും. അതേപോലെ സൈൻ ഐ വൈ എന്താണ്? സൈൻ ഐ വൈ എന്ത് വരും? ഇ റേസ് ടു ഐ ഇൻറ്റു ഐ വൈ മൈനസ് വൈ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ വൈ പ്ലസ് വൈ ആയി മാറും. ബൈ 2i വരും അല്ലേ? ബൈ 2i വിച്ച് ഈസ് ഈക്വൽ ടു 1/i ഇൻറ്റു നമുക്കിങ്ങനെ എഴുതാം 1/i ഇൻറ്റു ഇ റേസ് ടു വൈ മൈനസ് ഇ റേസ് ടു മൈനസ് വൈ ബൈ 2 എന്ന് എഴുതും. ഓക്കെ. ആൻഡ് ഇ റേസ് ടു വൈ മൈനസ് ഇ റേസ് ടു മൈനസ് വൈ ബൈ 2 എന്താ? സൈൻ എച്ച് വൈ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൈൻ ഐ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/i ഇൻറ്റു സൈൻ എച്ച് വൈ എന്ന് കിട്ടും. മൈനസ് 1/i ഇൻറ്റു സൈൻ എച്ച് വൈ. പക്ഷെ നമുക്കറിയാം -1/i എന്താണ്? പ്ലസ് ഐ ആണ് അല്ലേ? സോ വാട്ട് വി ഗോട്ട്? സൈൻ ഐ വൈ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു സൈൻ എച്ച് വൈയും കോസ് ഐ വൈ ഈസ് ഈക്വൽ ടു കോസ് എച്ച് വൈ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഇക്വേഷൻ എന്താണ്? കോസ് ഐ വൈ ഈസ് ഐ ഇൻറ്റു കോസ് എച്ച് വൈ, സൈൻ ഐ വൈ ഈസ് ഐ ഇൻറ്റു സൈൻ എച്ച് വൈ. ഓക്കെ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സൈൻ ഇസഡ് അതേപോലെ കോസ് ഇസഡ് ഒക്കെ അനാലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് നമുക്ക് യു വി മെത്തേഡിലേക്ക് മാറ്റി യു എന്താ വി എന്താന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? സോ അത് ഞാനിവിടെ പറഞ്ഞു തരാം. നോട്ടിൽ എഴുതിയിട്ടില്ല. കോസ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കോസ് എക്സ് സൈൻ ഐ വൈ മൈനസ് സൈൻ എക്സ് കോസ് ഐ വൈ അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഐ വൈ ഈസ് ഐ ഇൻറ്റു സൈൻ എച്ച് വൈ ആണ് കോസ് എക്സ്. രണ്ടാമത്തേക്ക് സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ എന്ന് എഴുതാം. അപ്പം ഇത് റിയൽ പാർട്ടും ഇത് ഇമേജിനറി പാർട്ടുമാണ്. സോ യുവും വിയും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് സി ആർ ഇക്വേഷൻ പിന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് അനാലിറ്റിക് ആണെന്ന് പറയാം. അതുപോലെ സൈൻ്റെ കേസിൽ പിന്നെ ഞാനിവിടെ ഓക്കെ ഞാനിവിടെ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും ഞാൻ ചെയ്തു. കുഴപ്പമില്ല. ഇത് വേറെ രീതിയിലാണ് ഞാൻ പ്രൂവ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. മറന്നുപോയി പല മെത്തേഡ് ഉണ്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ. ഈ മെത്തേഡ് തന്നെ ചെയ്താൽ മതി. കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് ചെയ്താൽ മതി. നിങ്ങൾ കൂടുതലൊന്നും ചെയ്യണമെന്നില്ല. ഞാൻ ആ റിലേഷൻ എഴുതിയിട്ടുണ്ട് അവിടെ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാം. സൈൻ എച്ചും കോസ് എച്ചൊക്കെ വെച്ചിട്ട് ചെയ്യും. അപ്പോൾ ഈ ഇക്വേഷന് ഇത് യു പാർട്ടും ഇതെന്താണ്? വി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാണിച്ചിട്ട് കോസ് ഇസഡ് അനാലിറ്റിക് ആണെന്ന് കാണിക്കും. ഓക്കെ. ഇത് ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ടാണ്. ഇത് അങ്ങോട്ട് നമുക്ക് ആവശ്യമുണ്ട് ഈ സാധനം. ഓക്കെ. അതുകൊണ്ട് പഠിക്കുക അത് നല്ലോണം. അതേപോലെ ബാക്കിയുള്ള പ്രോബ്ലംസും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നോക്കാം. 1-2 പ്രോബ്ലം കോസ് ഇസഡ് 5 സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ട്. കോസ് ഇസഡ് 5 എങ്ങനെ സോൾവ് ചെയ്യുക? ഞാനിവിടെ ഇ റേസ് ടു ഐ സെഡ് കോസ് ഇസഡിന് പകരം വാല്യൂ കൊടുത്തു. എന്നിട്ട് അതിനെ ഇ റേസ് ടു ഐ സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി അത് ചെയ്തു. അത്രയേ ഉള്ളൂ. ഓക്കെ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. എത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിട്ട് വായിക്കുക. അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ